അപ്പോസ്തലപ്രവൃത്തികൾ 9-ാം അധ്യായം 5-ാമത്തെ വാക്യം. ആക്ട്സ് ചാപ്റ്റർ 9 വേർഡ് 5. നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു. യെസ് പാസ്റ്റർ, can you please read it? നീ ആരാകുന്നു കർത്താവേ എന്ന് അവൻ ചോദിച്ചതിന് നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും എന്ന് അവൻ പറഞ്ഞു. Who are you, Lord? നീ ആരാകുന്നു കർത്താവേ എന്ന് ചോദിച്ച ഈ മനുഷ്യൻ ആരാണ്? തർസോസുകാരനായ ശൗൽ, ഉന്നത കുലജാതൻ, സർവകലാശാല ബിരുദധാരി. ഫിലിപ്പിയർ 3:5-6 വാക്യങ്ങളിൽ നിന്ന് പറഞ്ഞാൽ 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്യൻ. ഇങ്ങനെ ഒത്തിരി ക്വാളിറ്റികളും ക്വാളിഫിക്കേഷനുമുള്ള ഈ തർസോസുകാരനായ ശൗലാണ് സൂര്യനെ മിന്നുന്ന പ്രഭാകിരണങ്ങൾ കണ്ണിലടിച്ച് നിലത്ത് കിടക്കുമ്പോൾ ആമേൻ നസറയത്തിലെ തച്ചന്റെ മകന്റെ കാൽപാദത്തിൽ കിടന്നുകൊണ്ട് ചോദിക്കുന്നു, ഹൂ യു ആർ ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? ഒരു തച്ചന്റെ കുടുംബത്തിൽ ജനിപ്പിച്ചതല്ല, ജനിച്ച ദൈവപുത്രനായ ജീവനുള്ള ദൈവമായ യേശുക്രിസ്തുവിന്റെ മുൻപിൽ ഉന്നത വിദ്യാഭ്യാസമുള്ളവൻ, 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ, ബെന്യാമീൻ ഗോത്രക്കാരൻ, എബ്രായരിൽ ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച പരീശൻ, സഭയെ ഉപദ്രവിച്ചവൻ, ഇത്രയും അധികം ക്വാളിറ്റിയും ക്വാളിഫിക്കേഷനും ഉള്ളവൻ ചോദിക്കുന്നു, ഹൂ യു ആർ ലോർഡ്? നീ ആരാകുന്നു കർത്താവേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ സത്യത്തെ എനിക്ക് തൃശ്ശൂർ ഡിക്ലെയർ ചെയ്യണം. I want to lift up the name of Jesus Christ here. Hallelujah. ഈ പട്ടണത്തിൽ യേശുവിനെ ഉയർത്തണം. യേശുവിന്റെ നാമം എന്ത് എന്ന് എനിക്ക് പ്രസംഗിക്കണം. നിങ്ങൾ കൈയടിച്ചാലും ഇല്ലെങ്കിലും, ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, ഹൂ ഈസ് ജീസസ്, യേശു ആര് എന്ന് എനിക്കിവിടെ പ്രീച്ച് ചെയ്യണം. ഓ, ചേർന്ന് ഒരു ആമീൻ പറയാമോ? ഹല്ലേലൂയ. ഒരിക്കൽ യേശു കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു. മത്തായി സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശു ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്തെത്തിയപ്പോൾ തന്റെ ശിഷ്യന്മാരോട് ജനങ്ങൾ മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചു. ചിലർ യോഹന്നാൻ സ്നാപകൻ എന്നും മറ്റു ചിലർ ഏലിയാവെന്നും വേറെ ചിലർ യിരെമ്യാവോ പ്രവാചകന്മാരിൽ ഒരുത്തനോ എന്ന് പറയുന്നു എന്ന് അവർ പറഞ്ഞു. നിങ്ങളോ എന്നെ ആരെന്ന് പറയുന്നു എന്ന് അവൻ ചോദിച്ചതിന് ശീമോൻ പത്രോസ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവനോട്, ബെറിയോനായ ശീമോനെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, ജഡരക്തങ്ങളല്ല സ്വർഗസ്ഥനായ എന്റെ പിതാവ് അത്രേ നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്. നീ പത്രോസ് ആകുന്നു. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. 18-ാമത്തെ വാക്യം എല്ലാവരും ചേർന്ന് വായിച്ചോ. ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഒരിക്കൽ കൂടെ വാക്യം. Enter the crowd, all the people, everyone, all the pastors, all the worship team. Can you please let us read together, please? ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. അടുത്ത വാക്യം. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നീ ഭൂമിയിൽ കെട്ടുന്നത് ഒക്കെയും സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കുമെന്ന് ഉത്തരം പറഞ്ഞു. യേശു കർത്താവ് ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് നിന്നുകൊണ്ട് പൊതുവായി ചോദിക്കുന്നു, മനുഷ്യപുത്രനെ ആർ എന്ന് പറയുന്നു? പബ്ലിക് എന്ത് പറയുന്നു? സമൂഹം എന്ത് പറയുന്നു? ചിലർ ഏലിയാവെന്ന് പറയുന്നു,
അത്ഭുതങ്ങൾ ധാരാളം യേശുവിലൂടെ സംഭവിക്കുന്നത് കൊണ്ട്. ചിലർ യിരെമ്യാ പ്രവാചകൻ എന്ന് പറയുന്നു, യേശു ഒരു പ്രവചന ശബ്ദമായി നിന്നതുകൊണ്ട്. ചിലർ സ്നാപക യോഹന്നാൻ എന്ന് പറയുന്നു, യേശുവിനോടൊപ്പം യോഹന്നാൻ സ്നാപകനെ പോലെ ശിഷ്യഗണങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട്. പലരും പല അഭിപ്രായങ്ങളും പലതും പറയുമ്പോൾ യേശു ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞു. നിങ്ങളോ എന്നെ ആർ എന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് ശീമോൻ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. നീ ജീവനുള്ള ദൈവമാകുന്നു. എത്ര പേർ ഇന്ന് ഈ പകൽ അത് മനസ്സിലാക്കുന്നു? യു ആർ ദ സൺ ഓഫ് ലിവിംഗ് ഗാഡ്. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്നുത്തരം പറഞ്ഞു. ആ പീറ്ററിനെ നോക്കി യേശു പറഞ്ഞു, ബെറയോന ശിമോനെ, ബെറയോന ശിമോനെ, നീ അനുഗ്രഹീതൻ, നീ ഭാഗ്യവാൻ. ജഡരക്തമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ എന്റെ പിതാവത്രേ. ഈ വെളിപ്പാട്, യേശു ജീവനുള്ള ദൈവം എന്ന വെളിപ്പാട് നിന്റെ അകത്ത് വസിക്കുന്നത് കൊണ്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഇപ്പോൾ ഞാൻ നിനക്ക് കൈമാറുകയാണ്. നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെടും. ഇന്ന് ഈ തൃശ്ശൂര് പോലൊരു സ്ഥലത്ത് വേറെ ഏതൊക്കെ താക്കോൽ എടുത്താലും ഇവിടുത്തെ പൈശാചിക മണ്ഡലത്തെ അത് തൊടാൻ പോകുന്നില്ല. പക്ഷേ യേശു ക്രിസ്തുവാകുന്ന താക്കോൽ, the key of Jesus, യേശു ക്രിസ്തുവാകുന്ന താക്കോൽ, യേശു ക്രിസ്തുവാകുന്ന താക്കോൽ ഇന്ന് പകൽ ഇതിന്റെ മധ്യയിൽ എടുക്കുമ്പോൾ പൈശാചിക മണ്ഡലങ്ങൾ അത് തിരിച്ചറിയുകയാണ്. പൈശാചിക മേഖലകൾ അത് തിരിച്ചറിയുകയാണ്. സാത്താന്യ മേഖലകൾ അത് മനസ്സിലാക്കുകയാണ്. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന വെളിപ്പാടിൽ നിന്നവനോട് പറയുന്നു, ഇപ്പോൾ താക്കോൽ നിന്റെ കൈവശമാണ്. നിനക്ക് ചിലത് തുറക്കാൻ കഴിയും, നിനക്ക് ചിലത് അടയ്ക്കാൻ കഴിയും. ഇന്ന് ഈ പകൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ പൈശാചിക മേഖലകൾ വെളിപ്പെടേണ്ട ആത്മീക ഉണർവിന് വിരോധമായി, ദൈവസഭയുടെ വളർച്ചയ്ക്ക് വിരോധമായി, ദേശത്തിൽ ജനം വിടുവിക്കപ്പെടേണ്ടതിന് വിരോധമായി, ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നതിന് വിരോധമായി എന്തൊക്കെ ലോക്ക് ചെയ്തിരിക്കുന്നു, യേശുവിൻ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങളത് അൺലോക്ക് ചെയ്യുകയാണ്. ഞങ്ങളതിനെ തുറക്കുകയാണ്. തുറന്ന് പറഞ്ഞ് ഞങ്ങളതിനെ തുറക്കുകയാണ്. യേശുവിൻ നാമത്തിൽ ശത്രു പൂട്ടിവെച്ചതല്ല, പിശാച് പൂട്ടിവെച്ചതല്ല. ഇന്ന് പകൽ യേശുവാകുന്ന വെളിപ്പാടിൽ ജീവിക്കുന്ന തലമുറ തുറക്കുകയാണ്. Thank you, Holy Spirit. ഈ പത്രോസിന്റെ കയ്യിലേക്ക് വന്ന താക്കോൽ ചെറുതല്ല, ചെറിയ താക്കോലല്ല. പറഞ്ഞേ സൽമോൻ പ്ലീസ് ദി സൗണ്ട്. യേശു ക്രിസ്തുവാകുന്ന കീ കൊണ്ട്, യേശു ക്രിസ്തുവാകുന്ന താക്കോൽ കൊണ്ട് പീറ്റർ എന്തൊക്കെ തുറന്നെന്നറിയോ? പീറ്റർ എന്നൊക്കെ പൂട്ടിയെന്നറിയോ? ഹലോ, താക്കോലും കൊണ്ട് നടക്കുക, കഥ തുറക്കാൻ പറ്റുന്നില്ലെന്ന് ആരും മിണ്ടുന്നില്ല. കണ്ടിട്ടുണ്ടോ അങ്ങനെ ചിലരെ? താക്കോല് ബാഗിലുണ്ടായിരുന്നു, താക്കോല് ബാഗിലുണ്ടായിരുന്നു, പോക്കറ്റിലുണ്ടായിരുന്നു. മേസ്ത്രിയെ വിളിച്ചോണ്ട് വന്ന് കതക് പൊളിക്കാൻ പോവാ, ആരും മിണ്ടുന്നില്ല. പലരുടെയും കയ്യിൽ കീ ഉണ്ട്, പക്ഷെ ഇന്ന് വരെ ഒന്നും തുറന്നിട്ടില്ല, ഇന്ന് വരെ ഒന്നും പൂട്ടിയിട്ടുമില്ല. പീറ്ററിന്റെ കയ്യിൽ ഈ കീ കിട്ടിയപ്പോൾ ഒന്ന്, അവിശ്വാസത്തെ, അൺബിലീഫിനെ പീറ്റർ അൺലോക്ക് ചെയ്തു. അവിശ്വാസത്തെ പീറ്റർ അഴിച്ചുവിട്ടു. അപ്പോസ്തലപ്രവൃത്തി 2:38 പത്രോസ് അപ്പോസ്തലന്റെ ഒറ്റ പ്രസംഗം, ഒറ്റ മെസ്സേജ് അവിശ്വാസികളായ ഒരു കൂട്ടം ജനത്തെ തൊട്ടു. 3000 എണ്ണത്തിന്റെ അകത്ത് നിന്ന് അവിശ്വാസം അൺലോക്ക് ചെയ്യപ്പെട്ടു, വിശ്വാസം ഓപ്പണായി. 3000 എണ്ണത്തിന്റെ അകത്ത് അവിശ്വാസം അൺലോക്കായി, വിശ്വാസം ഓപ്പണായി.
അവർ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേറ്റു. അപ്പോസ്തല പ്രവൃത്തി 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ താക്കോൽ ഉപയോഗിച്ച്, യേശു ക്രിസ്തുവാകുന്ന താക്കോൽ ഉപയോഗിച്ച് പത്രോസ് രോഗിയെ സൗഖ്യമാക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 3:1 മുതൽ സുന്ദരമെന്ന ദേവാലയ ഗോപുരവാതിക്കൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായി ചുമന്നുകൊണ്ടുവന്നിരുന്ന മനുഷ്യനെ അപ്പോസ്തലനായ പത്രോസ് നോക്കിയിട്ട് പറയുന്നു, പൊന്നും വെള്ളിയും ഞങ്ങളുടെ പക്കലില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രയനായ യേശുവിൻ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കാം. ബൈബിൾ പറയുന്നു, അവന്റെ കാലിന്റെ നരിയാണി ഉറച്ചു. അവൻ നടന്നും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി അവൻ ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു. ഇതാ പീറ്ററിന്റെ കയ്യിലിരിക്കുന്ന യേശു ക്രിസ്തു എന്ന താക്കോൽ ഉപയോഗിച്ച് രോഗത്തിന്റെ കെട്ടുകളെ അവൻ അഴിച്ചു കളയുകയാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഇതേ പത്രോസിന്റെ സഭയിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ച അനന്യാസും സഫീറയും, ഈ ഭാര്യയും ഭർത്താവും ആ പള്ളിക്കകത്ത്, ചർച്ചിനകത്ത് പത്രോസിന്റെ മുമ്പിൽ മരണപ്പെട്ടു, മരിച്ചു വീണു. ഇതാ പീറ്റർ യോപ്പയിൽ പേടമാൻ എന്നർത്ഥമുള്ള തബീത എന്ന പേരുള്ള മകളുടെ അരികിലേക്ക് പോകുന്നു. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി 9:36 മുതലുള്ള വാക്യം, ആ മരിച്ച തബീതയെ പത്രോസ് ഉയർപ്പിക്കുന്നു. പത്രോസിന്റെ വാ തുറന്ന് ഉയർക്കാൻ പറഞ്ഞാൽ ഉയർക്കുന്നു. പത്രോസിന്റെ മുമ്പിൽ വ്യാജം കാണിച്ചവൻ മരിക്കുന്നു. മരണത്തിന്റെ മേലും ജീവന്റെ മേലും അധികാരമുള്ളവന്റെ താക്കോൽ is using that key. Amen. That key is available now. Amen. ഇപ്പോഴും ആ താക്കോൽ ഉണ്ട്. യേശു കർത്താവ് പറയുന്നു, അവൻ വാതിലാകുന്നു, വാതിലാകുന്നു. അവൻ തുറന്നാൽ ആരും അടയ്ക്കുന്നില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുന്നില്ല. അധികാര കേന്ദ്രത്തിലിരുന്ന ഒരു കുടുംബത്തെ പത്രോസ് അൺലോക്ക് ചെയ്യുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ജാതികളുടെ ഇടയിലേക്ക് ദൈവത്തിന്റെ സുവിശേഷവും വചനവും കയറി വരുന്നത്. ജാതികളുടെ ഇടയിലേക്കുള്ള എൻട്രി പീറ്ററിന് ലഭിച്ചത് ആ ജാതികളുടെ ഇടയിൽ ഉണ്ടായിരുന്ന അവിശ്വാസത്തെ, ആ മനുഷ്യൻ, ആ അൺബിലീഫിനെ അൺലോക്ക് ചെയ്യാൻ കഴിഞ്ഞതുകൊണ്ടാണ്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 32 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ തളർന്നു കിടന്ന ഐനിയാസിനെ പീറ്റർ എഴുന്നേൽപ്പിക്കുന്നു. ഇതിലെല്ലാം ഉപരിയായി താക്കോലുള്ള പത്രോസിനെ ഹെരോദാവ് ജയിലിൽ പൂട്ടിയിട്ടു. No one is with me. താക്കോലുള്ള പത്രോസിനെ കാരാഗൃഹത്തിൽ പൂട്ടിയിട്ടു. ബൈബിൾ പറയുന്നു, കാരാഗൃഹത്തിൽ ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി അവന്റെ മേൽ തട്ടി, ചങ്ങലകൾ അഴിഞ്ഞു വീണു. 1-ാം വാതിലും 2-ാം വാതിലും സ്വതവേ തുറന്നു. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറയുന്നു, യേശു ക്രിസ്തു എന്ന അധികാരത്തിന്റെ താക്കോൽ ആത്മാവിൽ സ്വീകരിച്ചവനെ പൂട്ടാൻ, ആത്മാവിൽ സ്വീകരിച്ചവനെ തളയ്ക്കാൻ ഒരു ശക്തികൾക്കും സാധ്യമല്ല. ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ ആ വഴികൾ തുറക്കട്ടെ. Who is Jesus? ആരാണ് യേശു കർത്താവ്? യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മളുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. വചനം ജഡമായി തീർന്നു. Praise the Lord. Hallelujah. Hallelujah. പക്ഷെ നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായാൽ, എനിക്കറിയാം ദൈവം വളരെ ആഴമായി സംസാരിക്കും. വചനം ജഡമായി, കൃപയും സത്യവും നിറഞ്ഞവനായി നിങ്ങളുടെ ഇടയിൽ പാർത്തു.
കൃപയും സത്യവും നിറഞ്ഞവൻ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. വചനം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. തേജസ് ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി. ഇന്ന് പകൽ ബൈബിൾ പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യയിൽ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞവൻ. വചനം നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നു. തേജസ് നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നു. കൃപയും സത്യവും നിങ്ങളുടെ ഇടയിലൂടെ നടക്കുന്നു. യേശുവിൻ നാമത്തിൽ സ്വീകരിക്കുക. Is a word, is a grace, is a truth. Hallelujah. ഇത് Jesus Christ is the Son of God. Amen. Yes. യേശു ജീവനുള്ള ദൈവത്തിന്റെ പുത്രനെന്ന് എല്ലാ മേഖലകളും അംഗീകരിച്ചു. നിങ്ങൾ ഇന്ന് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാ മേഖലകളും അത് അംഗീകരിച്ചു. പിതാവായ ദൈവം അത് അനൗൺസ് ചെയ്തു, അത് വെളിപ്പെടുത്തി. മത്തായി 3:17 പെട്ടെന്ന് ശ്രദ്ധിക്കണം, എന്റെ കൂടെ നിൽക്കണം. മത്തായി 3:17 ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഉണ്ടായി. This is my beloved son. ഇത് പിതാവായ ദൈവം അനൗൺസ് ചെയ്യുകയാണ്. മത്തായി 17:5 വരുമ്പോൾ, ഇതേ മാത്യു ചാപ്റ്റർ 17 വേർഡ് 5 വരുമ്പോൾ അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിക്കുന്നു, ഇവന് ചെവി കൊടുപ്പീൻ എന്നൊരു ശബ്ദമുണ്ടായി. യേശു ജീവനുള്ള ദൈവമെന്ന് പിതാവായ ദൈവം, സ്വർഗം, ഹെവൻ അനൗൺസ് ചെയ്യുകയാണ്. ദൂതന്മാർ, ഇത് ഏഞ്ചലോളജി അഥവാ ഏഞ്ചൽസ് ഇത് വെളിപ്പെടുത്തുന്നു. ലൂക്കോസ് 1:32 ദൂതന്മാർ ഇത് വെളിപ്പെടുത്തുന്നു. ലൂക്കോസ് 1:32 വേദപുസ്തകത്തിൽ വ്യക്തമാക്കുന്നു, അവൻ വലിയവനാകും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. കർത്താവായ ദൈവം അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. 35-ാമത്തെ വാക്യം, that is important also. അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവപുത്രൻ. ഇന്ന് ഞാനിത് പറയുമ്പോൾ എന്റെ ശരീരത്തിൽ ഞാൻ ദൈവശക്തി അനുഭവിക്കുക. ഈ തൃശ്ശൂരിൽ ഞങ്ങൾ ദൈവപുത്രന്റെ നാമത്തെ ഉയർത്തുകയാണ്. ദൈവപുത്രന്റെ നാമത്തെ ഉയർത്തുകയാണ്. ദൈവപുത്രൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. The same way Jesus Christ is announced himself. Who is he? The Gospel of John chapter 10 word 36, യോഹന്നാൻ 10:36 വാക്യം, ഞാൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് നീ ദൈവദൂഷണം പറയുന്നുവെന്ന് പിതാവ് വിശുദ്ധീകരിച്ച് ലോകത്തിൽ അയച്ചവനോട് നിങ്ങൾ പറയുന്നുവോ? I am a son of God. ഞാൻ ദൈവത്തിന്റെ പുത്രനാകുന്നു എന്ന് നിങ്ങളോട് പറഞ്ഞത് നിമിത്തം നിങ്ങൾ അസ്വസ്ഥരായിരിക്കുകയാണോ? എന്നാൽ നിങ്ങൾ അറിയണം, പിതാവായ ദൈവം എന്നെ വിശുദ്ധീകരിച്ച് ലോകത്തിലേക്ക് അയച്ച ദൈവപുത്രനാണ് ഞാൻ. പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു, he is a son of God. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, അവൻ ദൈവപുത്രൻ. യേശു ഒരിക്കൽ പറയേണ്ടി വന്നു ഈ സത്യത്തെ. ഹല്ലേലൂയ. അശുദ്ധാത്മാക്കൾ, പൈശാചിക ശക്തികൾ, സാത്താന്യ ലോകം, ഡിമോണിക് വേൾഡ് വിളിച്ചു പറഞ്ഞു, he is a son of God. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായം 41-ാമത്തെ വാക്യത്തിൽ, ലൂക്കോസ് 4:41, I am coming മോനെ. ലൂക്കോസ് 4:41, അവർ അവരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ, ഇവനാർ എന്നവർ തമ്മിൽ പറഞ്ഞു. മത്തായി 8:29 വന്നേ, അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്യു ചാപ്റ്റർ 8:29, അവർ നിലവിളിച്ചു, ദൈവപുത്ര, ഞങ്ങൾക്കും നിനക്കും തമ്മിൽ എന്ത്? സമയത്തിന് മുൻപേ ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ വന്നുവോ എന്ന് പറഞ്ഞു.
Mark chapter 5, that word, മർക്കോസ് 5, ആ അശുദ്ധാത്മാക്കൾ ഉറക്കെ നിലവിളിച്ചു, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത്? ദൈവത്തിനാണ് എന്നെ ദണ്ഡിപ്പിക്കരുത് എന്ന് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. പൈശാചിക മണ്ഡലങ്ങൾ വിളിച്ചു പറഞ്ഞു, ഈസ് എ സൺ ഓഫ് ഗോഡ്. ദൂതന്മാർ വിളിച്ചു പറഞ്ഞു, ഈസ് എ സൺ ഓഫ് ഗോഡ്. പിതാവായ ദൈവം വിളിച്ചു പറഞ്ഞു, ഈസ് എ സൺ ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഞങ്ങൾ സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ യേശുവിനെയാണ്. We are lifting up His holy name. Hallelujah.